യഥാർത്ഥത്തില് കുട്ടികളുടെ ഒരു കൗമാരോത്സവം രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർക്കോ പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾക്കോ ജഡ്ജസിന്റെ തീരുമാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സേനയെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയത്. ഇന്നത്തെ ദിവസം തന്നെ, ഉദ്ഘാടന ദിവസം തന്നെ 2000-ലധികം കുട്ടികൾ എല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള മാർഗദർശനങ്ങളും ഓരോരാൾക്കും അവരുടെ വേദി പറഞ്ഞു കൊടുക്കുകയും നടക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. SPCയുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവിധ സഹായങ്ങളും വഴികാട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ആഗ്രഹം, സന്തോഷം അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്ര ഉളിയത്ത് കടവ്, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഓർമ്മകൾ നിൽക്കുന്ന ഉളിയത്ത് കടവ്, ഗാന്ധി പാർക്ക്, ക്വിറ്റ് ഇന്ത്യ സ്മാരകം, അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ വിതരണവും വിൽപ്പനയുമാണ്. അപ്പം നമ്മളാണ് ഈ ട്രോഫിയുടെ ചുമതല നമുക്കാണ്. എല്ലാ വർഷവും ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സെറ്റായ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂരിൽ 16 വേദികളിൽ വെച്ച് നടക്കുകയാണ്. ഇന്നത്തെ ദിവസം തന്നെ, ഉദ്ഘാടന ദിവസം തന്നെ 2000-ലധികം കുട്ടികൾ ഈ പരിപാടിയിൽ ഇന്ന് വിവിധ ഇനങ്ങളിലായിട്ട് മത്സരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പ്രയാസം ഇല്ലാത്ത വിധത്തിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ്. ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പായിട്ട് നമ്മുടെ എല്ലാ വേദികളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളുമായിട്ടാണ് അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി മുമ്പോട്ട് പോകുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലോത്സവം വളരെ അച്ചടക്കത്തോടെ, ചിട്ടയോടെ എല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഈ പ്രോഗ്രാം കമ്മിറ്റി ഏറെ ദിവസങ്ങളായി മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലം ഇവിടെ ഇന്ന് രാവിലെ മുതലുള്ള പരിപാടികളിൽ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട്. എല്ലാം വളരെ ചിട്ടയോടുകൂടി സമയബന്ധിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പരാതിയുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. എനിക്കൊരു കാര്യം വളരെ വ്യക്തമായി പറയാനുള്ളത്, ഈ ജഡ്ജസിനെ തീരുമാനിക്കുന്നത് നമ്മളല്ല. ജഡ്ജസിനെ തീരുമാനിക്കുന്നത് DD ഓഫീസാണ്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർക്കോ പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾക്കോ ജഡ്ജസിൻ്റെ തീരുമാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ജഡ്ജസിൻ്റെ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് DD ഓഫീസുമായി ബന്ധപ്പെട്ട ക്ലിയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ജഡ്ജസിൻ്റെ നിയമനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാം കമ്മിറ്റിക്ക് വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റേ സ്റ്റേജ് കമ്മിറ്റിയും ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റിയും എല്ലാ അറേഞ്ച്മെൻറ്റും പൂർത്തിയാക്കി തന്നാൽ, അവർക്ക് കൊടുത്ത മാനുവലിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടപ്പിലാക്കി തന്നാൽ പ്രോഗ്രാം വളരെ സമയബന്ധിതമായി കൃത്യമായി നടത്തി തീർക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പ്രോഗ്രാം കമ്മിറ്റിക്കുള്ളത്. ഭംഗിയായി നടത്തും. ഏറെ സന്തോഷത്തോടെയാണ് പയ്യന്നൂരിലേക്ക് വീണ്ടും ഒരു കലോത്സവം വരുന്നെത്തുന്നത്. യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഒരു കൗമാരോത്സവം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുരുന്നുകളുടെ ഒരു മാമാങ്കം എന്ന് വേണമെങ്കിൽ ഈ നമ്മുടെ കേരള സ്കൂൾ കലോത്സവത്തെ വിശേഷിപ്പിക്കാം. വളരെയേറെ പ്രാധാന്യമാണ്. കാരണം കുട്ടികൾ, നമ്മുടെ മക്കളെന്ന് പറയുന്നത് അവരെല്ലാവിധ കഴിവുകളും ഉള്ളവരാണ്. അവർക്ക് പാടാനും പറയാനും എഴുതാനും വരയ്ക്കാനും അഭിനയിക്കാനും നൃത്തം ചെയ്യാനും എന്ന് വേണ്ട സകലമാന കഴിവുകളുമുണ്ട്. അപ്പോൾ ആ കഴിവുകളെ അവരുടെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. വെറും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുക എന്നത് മാത്രമല്ല, അവരിൽ അന്തർലീനമായിട്ടുള്ള ഈ ഈശ്വരീയ വരദാനത്തെ കണ്ടെത്തി അതിൻ്റെ അനന്തമായ സാധ്യതകളെ, അതിൻ്റെ ആഴങ്ങളെയൊക്കെ തൊട്ടറിഞ്ഞ് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ എത്രമാത്രം ആവേശത്തോടെയാണ് നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും പയ്യന്നൂർ, കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് സാംസ്കാരിക ഭൂമിയാണ്, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ജില്ലയുടെ. ഇവിടെ വീണ്ടും വിരുന്നെത്തുമ്പോൾ ഈ ഉത്സവം അവരിങ്ങനെ മുഴുവൻ ജനതയും നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്, ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപാട് വർഷം ഞങ്ങളൊക്കെ കഴിഞ്ഞ 1-2 വർഷങ്ങളിലായി റിട്ടയർ ചെയ്തവരാണ്. അപ്പോൾ ഞങ്ങൾ ഈ കലോത്സവം ഇവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ കലോത്സവങ്ങൾക്കൊക്കെ പിന്നിൽ ഞങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ ഞങ്ങൾ ഇപ്പോഴും പ്രോഗ്രാം കമ്മിറ്റിയിൽ ഞങ്ങൾ ആ ഒരു സേവനം ഞങ്ങൾ നൽകി വരുന്നുണ്ട്. ഉപജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവം, സംസ്ഥാന കലോത്സവത്തോടൊപ്പം നടക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വിരമിച്ചുവെങ്കിലും ഞങ്ങളെ അധ്യാപകർ. അതുകൊണ്ട് തന്നെ ഈ കലോത്സവം പയ്യന്നൂരിൽ നടക്കുമ്പോൾ വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ന് തന്നെ പറയാം ഇവിടെ എത്തിച്ചേർന്നത്. പഠന പ്രവർത്തനങ്ങൾ, രാധാകൃഷ്ണ മാഷ് പറഞ്ഞതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്
അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ കായിക മേളകൾ, അതിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ കലാ നൈപുണ്യം, സർഗശേഷി പ്രകടിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഈ കലോത്സവങ്ങൾ. കണ്ണൂരിലെ കലോത്സവം പയ്യന്നൂരിൽ എത്തിച്ചേർന്നപ്പോൾ വിവിധ വർഷങ്ങളിലായിട്ട് അനേക കാലം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇന്ന് സർവീസിൽ നിന്ന് വിരമിച്ചവരാണ് നമ്മൾ. ഈ പയ്യന്നൂരിലെത്തുമ്പോൾ ഈ ഒരു മാമാങ്കത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ആഗ്രഹം, സന്തോഷം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. പയ്യന്നൂരിൽ വെച്ച് ഇന്ന് കണ്ണൂർ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദി 1-ലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. ഞങ്ങൾ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ വർഷം കണ്ണൂർ നോർത്ത് ഉപജില്ലാ കലോത്സവം നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ പയ്യന്നൂരിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു സൈനിക കൂട്ടായ്മയാണ്. ഇത് പയ്യന്നൂർ 20 കിലോമീറ്റർ ചുറ്റളവിലെ ഡിഫൻസിലുള്ള ആൾക്കാർ, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, അതുപോലെ പാരാമിലിറ്ററി, അതുപോലെ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു 3 വർഷമായ എക്സ് സർവീസ്മാൻമാർ, അവരെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ഇത് പയ്യന്നൂർ ഈ ചുറ്റളവിൽ നമ്മൾ കുറച്ച് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സേനയെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയത്. അതിൻ്റെ മുന്നോടിയായിട്ട് അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്കൂൾ അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കുടിവെള്ളത്തിൻ്റെ പരിപാടി. ആ ഒരു പദ്ധതി നമ്മൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഷെണൈ സ്മാരക ഗവൺമെൻറ് സ്കൂളിലെ SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ അംഗങ്ങളാണ് നമ്മൾ MLA സ്റ്റെപ്സ് എന്ന പരിപാടിയിലെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കണ്ണൂർ ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന അതിഥികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള മാർഗദർശനങ്ങളും ഓരോരാൾക്കും അവരുടെ വേദി പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വഴി കാണിക്കുന്ന ഒരു മാതൃകാ പ്രവർത്തനമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, നമ്മളിപ്പോൾ ഇവിടെ പുറത്തുനിന്ന് വരുന്ന പല ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് സ്കൂളിനെ പറ്റി വലിയ ധാരണകൾ ഉണ്ടാവില്ല. സോ അപ്പം നമ്മുടെ ഈ SPCയുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവിധ സഹായങ്ങളും വഴികാട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്സിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഈ ഒരു ക്യാമ്പ് ആക്കിയിട്ടുള്ളത്. കലോത്സവ നഗരിയിലേക്ക് എത്തുന്ന എല്ലാവർക്കുമുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുക്കുന്നതോടൊപ്പം തന്നെ പയ്യന്നൂരിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം കൂടി. ഉദാഹരണത്തിന് ഇവിടെ ഈ കലോത്സവ നഗരിക്ക് തൊട്ടടുത്താണ് പയ്യന്നൂരിൽ ഗാന്ധിജിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഗാന്ധി സ്മൃതി മ്യൂസിയം 100 മീറ്റർ അകലെയാണ്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ വിദ്യാലയം എന്ന് പറയുന്നത് സ്വാമി ആനന്ദതീർത്ഥൻ സ്ഥാപിച്ചിട്ടുള്ള ശ്രീനാരായണ വിദ്യാലയം ഏതാണ്ട് 750 മീറ്റർ അകലെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്ര ഉളിയത്ത് കടവ്, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന ഉളിയത്ത് കടവ്, ഗാന്ധി പാർക്ക്, ക്വിറ്റ് ഇന്ത്യ സ്മാരകം, ഇങ്ങനെയുള്ള ചരിത്രത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ പയ്യന്നൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ഇവിടെ ഇവർ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ വിവരങ്ങൾ കൂടി കാണുമ്പോൾ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവയൊക്കെ കാണാനുള്ള സൗകര്യം കൂടി നമ്മൾ ഇവിടെ വിവരങ്ങൾ കൈമാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ വിവരങ്ങൾ നമ്മൾ കണ്ടങ്ങാളി സ്കൂളിലെ SPC യൂണിറ്റാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം ഇവിടെ വിവരങ്ങൾ നൽകുന്നത്. പയ്യന്നൂര് റോട്ടറി ക്ലബിൻ്റെ സഹകരണത്തോടുകൂടി BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള തൊഴിൽ പരിശീലനത്തിൻ്റെ കേന്ദ്രവും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ വിതരണവും വിൽപ്പനയുമാണ് ഇന്ന് ഈ കലോത്സവ വേദിയിൽ വെച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ദീർഘകാലമായി വളരെ മാതൃകാപരമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പയ്യന്നൂരിലെ BRC ഈ കലോത്സവത്തിൻ്റെ ഒരു വേളയിൽ അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രവർത്തനം, സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ഇവിടെ നടത്തുന്നത്. റവന്യൂ ജില്ല, കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രോഫി സെൻറ്റർ ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം ട്രോഫി സെൻറ്ററുകൾ ഇപ്പോൾ വളരെ ആകർഷകമായ രീതിയിലാണ് എല്ലാ വർഷവും ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ AKSDVHSS പയ്യന്നൂരിലെ NSS വോളണ്ടിയേഴ്സ് ആണ്. അപ്പം നമ്മളാണ് ഈ ട്രോഫിയുടെ ചുമതല നമുക്കാണ്. അപ്പം ഈ ഇത് കിട്ടിയതിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്, ഇങ്ങനൊരു അവസരം നമുക്ക് തന്നതിൽ. നമ്മുടെ കലയുടെ മാമാങ്കമായ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ട്രോഫി കമ്മിറ്റി എല്ലാവിധത്തിലുള്ള സെറ്റായ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. വിവിധങ്ങളായ വ്യക്തി ഇനങ്ങളിൽ 400ഓളം ട്രോഫികൾ ഇൻഡിവിജ്വലായി കുട്ടികൾക്ക് നൽകുന്നുണ്ട്. എവർ റോളിംഗ് ട്രോഫികളും ഓരോ ഐറ്റത്തിനും ഓരോ വിഭാഗങ്ങളിലായിട്ട് നൽകാൻ വേണ്ട എല്ലാ സെറ്റപ്പുകളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ട്രോഫി ഒക്കെ നമുക്ക് ഇവിടുത്തെ വിവിധങ്ങളായ സംഘടനകളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ട്രോഫികൾ സംഭാവന ചെയ്തിരിക്കുന്നത്.
അത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മൾ നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.